ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് എപ്പോഴും ദൈവം തൻ്റെ സംരക്ഷണം ഒരുക്കി വച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഈ വിഷയം പറയുവാൻ കാരണം, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളാണ്, നിരന്തരമായി ആരാധനകൾക്ക് പോകുന്നവരാണ്, ഇതെല്ലാം ചെയ്യുന്നവരാണെങ്കിലും ഹൃദയത്തിനുള്ളിൽ എപ്പോഴും ഒരു ഭയവും ഭീതിയും അലട്ടുന്ന ഒത്തിരി പേരെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. എപ്പോഴും ഒരു ഉത്കണ്ഠയാണ്, ഒരു ഭയമാണ്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളൊരു വലിയ ഭയം ഇവരെ എപ്പോഴും പിൻപറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഡിപ്രഷൻ്റെ, ആങ്സൈറ്റിയുടെ അവസ്ഥയിൽ ആയിരിക്കുന്ന നിങ്ങൾക്കുള്ള ഒരു ദൈവത്തിൻ്റെ ആലോചന കൈമാറുവാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. പിശാച് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ വെറുതെയാണോ ദൈവഭക്തനായിരിക്കുന്നത്? ആ വാക്യത്തിന് മുൻപ് യഹോവയായ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യവും നമുക്ക് കേൾക്കാം. ഊസ് ദേശത്ത് ഇയ്യോബിനെ പോലെ, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ഇയ്യോബിനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമായ ഒരു മനുഷ്യൻ വേറെയില്ലെന്ന്. അപ്പോൾ ഇയ്യോബിനെ പോലെ തന്നെ ഭക്തനായൊരു മനുഷ്യൻ. പക്ഷേ പിശാച് ക്ലെയിം ചെയ്യുന്നൊരു കാര്യം, അവൻ ഇന്ന കാര്യം കൊണ്ട് അവൻ ദൈവഭക്തനായിരിക്കുന്നതെന്ന് പറഞ്ഞ ക്ലെയിം ചെയ്യുന്നത്. എന്താ പറയുന്നതെന്നറിയാവോ? യഹോവയായ ദൈവം അവനും അവൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു, അവൻ ദേശത്ത് പെരുകിയിരിക്കുക. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. യഹോവ ഭക്തനായിരിക്കുന്ന ഒരുവൻ്റെ മേലുള്ള ദൈവിക സംരക്ഷണം എങ്ങനെയാണെന്നുള്ളത് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഞാനും നിങ്ങളും ദൈവഭക്തരായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഭവനത്തിനും നമുക്കുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്കിവിടെ കാണാം. അതുമാത്രമല്ല, നമ്മുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ ദേശത്ത് പെരുക്കുന്ന, സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം കൂടെ നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണാം. അപ്പം ദൈവഭക്തനായി, ദൈവഭക്തയായി ഒരുവളായിരിക്കുമ്പോൾ അവന് ഒരു സംരക്ഷണമുണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഓർത്താണോ, നിങ്ങളുടെ ഭവനത്തെ ഓർത്താണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താണോ, നിങ്ങളുടെ ജോലി മേഖലകളെ ഓർത്താണോ? എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സകലത്തിൻ്റെ മേലും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. തൻ്റെ ജനം ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുകയാണെങ്കിലും, മതിലില്ല, സംരക്ഷണമില്ലെങ്കിലും യഹോവയായ ദൈവം അരുളപ്പാട് പറയുകയാണ്, ഞാൻ അതിനൊരു തീമതിലായിരിക്കുക. ഇന്ന് ചില കുടുംബങ്ങളെ നോക്കി, നിങ്ങളുടെ വസ്തുവകളെ നോക്കി, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി ഈ വചനം ഡിക്ലെയർ ചെയ്യുകയാണ്: തീമതിലായി യഹോവ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ മേലും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യാത്രകളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ യഹോവ തീമതിലായി തൻ്റെ മഹത്വം അതിനുള്ളിൽ ഇറങ്ങി നിൽക്കുകയാണ്.
എലീശ എന്ന തൻ്റെ പ്രവാചകനെ, തൻ്റെ ഭക്തനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി തൻ്റെ സൈന്യത്തെ, അഗ്നിമയമായ രഥങ്ങളെയും അശ്വങ്ങളെയും അയച്ച് അരാം രാജാവിൻ്റെ സൈന്യം പട്ടണം മുഴുവൻ വളഞ്ഞപ്പോൾ ആ മല മുഴുവൻ നിറഞ്ഞ് ദൈവം തൻ്റെ സേനയെ അയച്ച കാര്യം നമുക്ക് പുസ്തകങ്ങളിൽ, തിരുവെഴുത്തിൽ കാണാം. ആ നിലയിലുള്ളൊരു സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഓർത്തും ഭാരപ്പെടേണ്ട, സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും കൂടെയുണ്ട്. ദൈവം സഹായിക്കുമാറാകട്ടെ.